മകരസംക്രാന്തിയൊക്കെ അടുത്ത് വരികയാണല്ലോ. നമുക്ക് മകരസംക്രാന്തിക്ക് ഒരു ശർക്കര ചോറ് ഉണ്ടാക്കാം. ശർക്കര ചോറെന്നാണ് ഞങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ പേരെന്താണെന്ന് അറിയത്തില്ല. അമ്മ പറയും, ഞങ്ങളത് കേട്ട് ശർക്കര ചോറെന്ന് പറയും. അതിനായിട്ട് വേണ്ടത് അരിയാണ്. ആദ്യമായിട്ട് വേണ്ടത് ഈ പാത്രത്തിന് പകുതി അരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി വെച്ചിരിക്കുന്നതാണ്. പിന്നീട് വേണ്ടത് ചെറുപയർ പരിപ്പ്. ചെറുപയർ പരിപ്പും ഈ പാത്രത്തിന് ഒരു പകുതി പാത്രമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ ഒരു പാത്രമുണ്ട്. ചെറുപയർ പരിപ്പ് നന്നായിട്ട് വറുത്ത് ചുമക്കെ വറുത്തിട്ടുണ്ട്. വറുത്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഈ കപ്പിൽ ഒരു 3 കപ്പ് വെള്ളം ഒഴിക്കാം ആദ്യം തന്നെ. ഈ പാത്രത്തിലൊക്കെ അരിയും പരിപ്പും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ പാത്രത്തിലോട്ട് ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു പാത്രം വെള്ളം ഒഴിച്ചു. ഇനി രണ്ടാമത്തേത് അത് പരിപ്പിന്റെ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പരിപ്പാണ് ഇതിന് വേണ്ടത്. 2 പാത്രം. ഇനി ഒന്നുകൂടെ 3 കപ്പ്. ഒഴിച്ചു. ഇനി വേണ്ടത് നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം. അത് തിളപ്പിച്ച് ആറിച്ച പാലാണ്. അതും ഏകദേശം ഈ കപ്പിന് 1 കപ്പ്. ഇനി ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കുക്കറിൽ 5 വിസിൽ വന്നു. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിന്റെ ചൂടൊക്കെ ഒന്ന് ആറുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കുക്കറിന്റെ ചൂടൊക്കെ പോയി തണുത്തു. നമുക്കൊന്ന് തുറന്നു നോക്കാം. അരിയും പരിപ്പും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് മാറ്റി വേറൊരു പാൻ വെക്കാം. ഒരു പാത്രത്തോട്ട് വെച്ചു. ചൂടായി വരട്ടെ. നമ്മുടെ പാൻ ചൂടായി. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് കൂടുന്നത് പായസത്തിന് നല്ല ടേസ്റ്റ് ആണല്ലോ. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേ നമുക്ക് കുറച്ച് പറങ്ങാണ്ടി മുന്തിരിങ്ങയും കൂടി വറുത്തെടുക്കാം. ആദ്യമേ നമുക്ക് പറങ്ങാണ്ടി ഇട്ട് കൊടുക്കാം. കാരണം പറങ്ങാണ്ടി മൂത്ത് വരുന്നതിനാണ് കൂടുതൽ സമയം എടുക്കുന്നത്. പറങ്ങാണ്ടിയൊക്കെ ഏകദേശം ഒന്ന് ചുമന്ന് വന്നു. ഇനി നമുക്ക് മുന്തിരിങ്ങ ഇടാം. എൻ്റെ അടുത്ത് കറുത്ത മുന്തിരിങ്ങയുണ്ട്, കുരുവില്ലാത്തത്. അതിട്ട് കൊടുക്കാം. പിന്നീട് വെളുത്ത മുന്തിരിങ്ങയുണ്ട്. ഇതൊക്കെ ഉള്ളതനുസരിച്ചിട്ട് ഇട്ടാൽ മതി. നിർബന്ധമില്ല. ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നേ ഉള്ളൂ, അല്ലാതെ നിർബന്ധമൊന്നുമില്ല. പിന്നീട് വെളുത്ത മുന്തിരിങ്ങ. എൻ്റെ കയ്യിൽ ഇതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇടുന്നത്. നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം ഇട്ടാൽ മതി. നിർബന്ധമൊന്നുമില്ല ഇത് ഇടണം, ഇട്ടേ പറ്റൂന്നൊന്നും. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും എല്ലാം മൂത്ത് വന്നു. നമുക്കിതിങ്ങനെ വാങ്ങി വേറൊരു പാത്രത്തിലോട്ട് എടുക്കാം. ഇനി ഇതേ പാത്രത്തിനകത്ത് തന്നെ ഈ നെയ്യ് ഉള്ള ഈ പാത്രത്തിലോട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം.
അത് ഞാൻ ഈ അരിയും പരിപ്പും ഒക്കെ എടുത്ത പാത്രത്തിന് ഏകദേശം 1 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലെ കല്ലും മണ്ണും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഈ ശർക്കരപ്പൊടിയെ. ശർക്കരപ്പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടിയതാണിത്. ഇതിലെ കല്ലും മണ്ണും ഒന്നുമില്ല. സാധാരണ ശർക്കര ഉണ്ടയാണെങ്കിൽ അതൊന്ന് തല്ലി പൊട്ടിച്ച് സ്വല്പം വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി അതേ ഒഴിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ കല്ലൊക്കെ കടിക്കും. ഇത് നല്ല ശർക്കര ആയതുകൊണ്ട് നേരിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നു. മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം ഒന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ശർക്കര ചോറ് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് സ്വല്പം ജീരകപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് ജീരകപ്പൊടി, 1/2 സ്പൂണ് ചുക്കുപൊടി. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ച് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോഴ് ജീരകപ്പൊടിയും ചുക്കുപൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പറങ്ങാണ്ടിയും മുന്തിരിങ്ങയും കൂടി ഇതിലോട്ടിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ശർക്കര ചോറ് റെഡിയായി. ഞങ്ങൾ ഇതിന് ശർക്കര ചോറ് എന്നാണ് പറയുന്നത്. ഇതിന്റെ പേരെന്താണെന്നൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളുടെ അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. അതിൽ ഏലക്ക ഒന്നും ചേർക്കത്തില്ല, ചുക്കും ജീരകവും മാത്രമേ ചേർക്കത്തുള്ളൂ. ഞാനും അതുകൊണ്ട് അത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക പൊടിച്ച് ചേർക്കാം. അരിയും പരിപ്പും കൂടുതലായിട്ട് വെന്ത് കുഴഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് വേവിക്കാം. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നെയ്യും ഒക്കെ ഒഴിച്ചതുകൊണ്ട് എല്ലാവരും ഈ മകരസംക്രാന്തിക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമന്റ് ബോക്സിൽ എഴുതണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ ശർക്കര ചോറ്.